പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് 14-ാം തീയതി ഞായറാഴ്ച കൊല്ലം വാടി കൺവെൻഷൻ്റെ സമാപന ദിവസമാണ്. ഇന്ന് ലിയോ 13-ാമൻ പാപ്പ എഴുതിയ കത്തോലിക്ക സഭയുടെ കൈവശമുള്ള ഏറ്റവും വലിയ പിശാച് ബഹിഷ്കരണ ശുശ്രൂഷ ഇന്ന് അച്ഛൻ കൊല്ലം വാടി കൺവെൻഷൻ്റെ സമാപന നിമിഷങ്ങളിൽ അവിടെ പ്രാർത്ഥിക്കും. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളും ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കൺവെൻഷനിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമർപ്പിക്കണം. സാത്താനെയും അവൻ്റെ സകല അരൂപികളെയും നാശകരമായ ജീവികളെയും പ്രകൃതി വിരുദ്ധ ശക്തികളെയും ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെണികളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കാൻ, ശാസിക്കാൻ, ബഹിഷ്കരിക്കാൻ, ആട്ടിപ്പായിക്കാൻ, ആട്ടി ഓടിക്കാൻ മക്കളെ നിങ്ങൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. ഈ ഞായറാഴ്ച ദിവസം കർത്താവിൻ്റെ വിജയത്തിൻ്റെ ദിവസമാണ്. ഈ ഞായറാഴ്ച ദിവസം കർത്താവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. നിങ്ങളുടെ ജോലി ഭാരങ്ങൾ, നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ കണ്ണുനീര്, നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ ഭയപ്പാടുകൾ, നിങ്ങളുടെ ഇടയിലുള്ള കലഹങ്ങൾ, നിങ്ങളുടെ സാമ്പത്തിക തകർച്ചകൾ, നിങ്ങളുടെ കുടുംബ തകർച്ചകൾ, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പാപത്തിലുള്ള അടിമത്തങ്ങൾ, മദ്യത്തിനോടുള്ള ആസക്തികൾ, ലഹരി മരുന്നിനോടുള്ള ആസക്തികൾ, നമ്മുടെ മക്കളുടെ കല്യാണ തടസ്സങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെടാൻ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കപ്പെടാൻ പരിശുദ്ധ അമ്മ, പരിശുദ്ധ ദൈവമാതാ, ഈ ദേവാലയത്തിൻ്റെ ഈ കത്തീഡ്രൽ പള്ളിയുടെ വലിയ അഭിഷേകം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുള്ള ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മിഷണറിമാർ, പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ ആഞ്ഞടിച്ച ആത്മീയ മന്ദതയുടെ ദുരാത്മാവ് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. നിങ്ങളുടെ തൊഴിലിൻ്റെ മേൽ ആഞ്ഞടിച്ച കടബാധ്യതകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. നിങ്ങളുടെ തലമുറയുടെ മേൽ ആഞ്ഞടിച്ച കലഹത്തിൻ്റെ, വെറുപ്പിൻ്റെ, വഴക്കിൻ്റെ, തകർച്ചകളുടെ, രോഗങ്ങളുടെ, ക്യാൻസറിൻ്റെ, ട്യൂമറിൻ്റെ ദുരാത്മാക്കൾ വിട്ടുമാറട്ടെ. ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ തകർക്കാൻ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്ന കൂടോത്രങ്ങൾ, മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങൾ, ദുരാത്മാക്കൾ, സർപ്പദോഷങ്ങൾ, ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളുണ്ടെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ന് വിടുതൽ ലഭിക്കട്ടെ. പാപത്തിലേക്കുള്ള ലാഞ്ചന, ഇൻക്ലിനേഷൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. തെറ്റായ ബന്ധങ്ങളെ ബഹിഷ്കരിക്കുന്നു, തെറ്റായ ബോധ്യങ്ങളെ ബഹിഷ്കരിക്കുന്നു, തെറ്റായ അറിവുകളെ ബഹിഷ്കരിക്കുന്നു. പാപബന്ധനത്തിൽ പെട്ടിട്ട് മോചിക്കപ്പെടാനാവാതെ കുരുക്കിൽ കെട്ടിരിക്കുന്ന നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി, അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിന് നിരക്കാത്ത വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളിൽപ്പെട്ട് കൂദാശകളും സത്യവിശ്വാസവും നഷ്ടപ്പെടാനായിട്ട് അതിൻ്റെ പടിവാതിക്കൽ നിൽക്കുന്നവർ, അവർക്ക് സുബോധമുണ്ടാകാൻ, അവർക്ക് ഡെലിവറൻസ് കിട്ടാൻ, അവർക്ക് വിമോചനം കിട്ടാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ അന്ധകാര ശക്തികളെയും, എല്ലാ തിന്മയുടെ ആധിപത്യങ്ങളെയും, എല്ലാ നെഗറ്റീവ് എനർജികളെയും, പൈശാചിക ശക്തികളെയും, മക്കളുടെ പഠന വൈകല്യങ്ങളെയും, അവരുടെ ബുദ്ധിയുടെ മേൽ, ഓർമ്മയുടെ മേൽ, പഠന തടസ്സങ്ങളുടെ മേൽ, പഠന വൈകല്യങ്ങൾക്ക് കടന്നു വന്നിട്ടുള്ള സകലവിധ അശുദ്ധ ബന്ധനങ്ങൾ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മക്കളിൽ നിന്ന് വിട്ടുമാറട്ടെ. പഠിക്കാൻ പറ്റാതെ നിരന്തര പരീക്ഷകൾക്ക് തോറ്റ്, പ്രത്യേകിച്ച് IELTS, OET മത്സര പരീക്ഷകൾക്ക് പല തവണ എഴുതിയിട്ട് വിജയിക്കാനാവാതെ, PSC പരീക്ഷകളൊക്കെ എഴുതിയിട്ട് വിജയിക്കാനാവാതെ വേദനിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുടെ ജീവിതത്തിലെ ആ തടസ്സങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ബുദ്ധിയുടെ മേൽ വന്നിരിക്കുന്ന ആ പൈശാചികമായ പീഡകൾ, രാത്രികാലങ്ങളിലെ ബന്ധനങ്ങൾ,
ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ, ദുസ്വപ്നങ്ങൾ, അസ്വസ്ഥതകൾ, ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെണികൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13-14 തിരുവചനങ്ങളാണ്. വചനം പറയുകയാണ്, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കപ്പെടും. ആഗ്രഹിച്ച മക്കളെ, പരിശുദ്ധാത്മാവിനായിട്ട് ആഗ്രഹിച്ച് ഒരു വിമോചനം കിട്ടാൻ, ഒരു ഡെലിവറൻസ് കിട്ടാൻ, ജ്ഞാനം കിട്ടാൻ, അറിവ് കിട്ടാൻ, നിങ്ങളുടെ ബുദ്ധിയെ ഉജ്ജീവിപ്പിക്കാൻ, ശക്തിപ്പെടുത്താൻ, നമ്മുടെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ച് 14-ാമത്തെ വചനം പറയുക, അവൻ സ്വമേധയായിരിക്കില്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. അപ്പം ദൈവീക രഹസ്യങ്ങൾ, ദൈവീക വെളിപാടുകൾ, സ്വർഗീയ കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കത്തക്ക വിധം നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, വി നീഡ് ഹോളി സ്പിരിറ്റ്. നമുക്ക് പരിശുദ്ധാത്മാവിനെ വേണം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പൈശാചിക സാത്താൻ ശക്തികളെ, തിന്മ ശക്തികളെ യേശുനാമത്തിൽ നിങ്ങളെ കത്തിച്ച് ചാമ്പലാക്കി ബന്ധനങ്ങൾ കെട്ടുകളും അഴിച്ച് ഈ വചനം കേൾക്കുന്ന മക്കൾക്ക് ഞാൻ വിടുതൽ നൽകിയ ലിയോ 14-ാം പാപ്പ എനിക്ക് നൽകിയ അധികാരം, എൻ്റെ മെത്രൻ എനിക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് ഞാൻ വിടുവിക്കുന്നു. ദൈവശക്തിയും അഭിഷേകവും സൗഖ്യവും പ്രദാനം ചെയ്ത് ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാനുള്ള കൃപ നൽകുന്ന തിരുരക്തം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ ഒഴുക്കിയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 10-ാം തിരുവചനം, സാത്താനെ ദൂരെ പോ, ഈ യേശുവചന ശക്തിയാണ്. നരകസർപ്പമേ, നിന്നോട് കൽപ്പിക്കുന്നു, കാൽവരിയിലെ കുരിശിൻ ചുവട്ടിലേക്ക് നിന്നെ ആട്ടിപ്പായിക്കുന്നു, നിത്യപാതാളത്തിലേക്ക് നീ പലായനം ചെയ്യുക. നിനക്കിന്നി ഈ മക്കളുടെ മേൽ യാതൊരു അധികാരവുമില്ല, അവകാശവുമില്ല, ആധിപത്യവുമില്ല. യേശുവാണ് ഈ മക്കളുടെ നാഥനും രക്ഷകനും ഏകദൈവമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഏറ്റുപറയുന്നു, ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ, വിമോചനം നടക്കട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.